വരുമാനം 120 രൂപയും രണ്ട് സാധനങ്ങളുടെ കമ്പോള വില യഥാക്രമം 15-20 രൂപയുമാണ്. ബജറ്റ് രേഖയുടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നിവ കാണുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്നൊരു പക്ഷേ 8 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇതുപോലെ തന്നിട്ട് പ്രൈസും സാധനങ്ങളുടെ വിലയും തന്നിട്ട് ഇവിടെ വണ്ടികൾ തയ്യാറാക്കാൻ വേണ്ടി പറയും. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ പറയും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും പറയും. ഇനി ബഡ്ജറ്റ് ലൈനിൽ മാറ്റം, അതായത് വരുമാനം വർദ്ധിച്ചാലും കുറഞ്ഞാലും അല്ലെങ്കിൽ സാധനങ്ങൾ വില കൂടിയാലും കുറഞ്ഞാലും ഉണ്ടായ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു പക്ഷേ ബഡ്ജറ്റ് ലൈൻ നമ്മൾ കാണിക്കേണ്ടി വരും. 8 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഒറിസോണ്ടൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവിടെ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന ബിന്ദുവിനെ നമ്മൾ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നും വൈ ആക്സിൽ ടച്ച് ചെയ്യുന്ന ബിന്ദുവിനെ നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നും വിളിക്കും. അതായത് ഇവിടെ ഞാനൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഗ്രാഫ് വരയ്ക്കുന്നു വിചാരിക്കുക അല്ലേ. ഇവിടെ എക്സ് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തി. ഈ എക്സ് ആക്സിൽ നിന്നൊരു ടച്ച് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇവിടെ x2ൻ്റെ അളവും താഴെ x1ൻ്റെ അളവുമാണ് നമ്മൾ രേഖപ്പെടുത്തുക. സാധനം 1ൻ്റെ അളവ് താഴെയും സാധനം 2ൻ്റെ അളവ് നമ്മൾ വൈ ആക്സിലാണ് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ x2 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ കിട്ടുന്നൊരു പോയിന്റ് ഇല്ലേ, അതിന് നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. ഇനി x1 ആണ് മുഴുവനായിട്ട് വാങ്ങുന്നതെങ്കിൽ കിട്ടുന്നൊരു പോയിന്റ് ഇല്ലേ, അതിന് നമ്മൾ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നും വിളിക്കും. ഇനി നമ്മൾ x1 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര യൂണിറ്റ് വാങ്ങാമെന്നും x2 ആണ് മുഴുവനായിട്ട് വാങ്ങുന്നതെങ്കിൽ എത്ര യൂണിറ്റ് വാങ്ങാമെന്നാണ് നമ്മൾ ഇനി ചെയ്തു നോക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അളവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി അളവ് കിട്ടണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻകവും തന്നിട്ടുണ്ട്, അതുപോലെ രണ്ട് സാധനങ്ങളുടെ വിലയും തന്നിട്ടുണ്ട് അല്ലെ. ഇൻകം ഓഫ് ദി കൺസ്യൂമർ 120 ആൻഡ് പ്രൈസ് ഓഫ് 2 കമ്മോഡിറ്റീസ് 15 ആൻഡ് 20. ഫൈൻഡ് വെർട്ടിക്കൽ ആൻഡ് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. നോക്കുക, ഏതായിരുന്നു ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. എന്നാൽ തന്നിരിക്കുന്ന സാധനങ്ങളുടെ വിലയും വരുമാനവും വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് 1 അല്ലേ, 15 എത്ര ആണ് അല്ലേ, അതായത് 15x1 പ്ലസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 2 അല്ലെ, രണ്ടാമത്തെ സാധന വില 20, 20x2 ഈക്വൽ ടു M. എത്രയാണ് തന്നിട്ടുള്ളത്? 120. ഇതാണ് തന്നിരിക്കുന്ന വരുമാനവും വിലയും ഉപയോഗിച്ചുള്ള ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കാണുന്നത്? ഒറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണുന്നത്. ആദ്യം കണ്ടെത്തേണ്ടത് ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടെത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാധനം 1ൻ്റെ അളവ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. സാധനം 2ൻ്റെ അളവ് വാങ്ങുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പം സാധനം 1ൻ്റെ അളവ് എത്രയാണ് കണ്ടെത്തണം. അതായത് 15x1 പ്ലസ് സാധനം 2ൻ്റെ അളവ് നമ്മൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 0 അല്ലെ. അതായത് പ്രൈസും x2 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് വാങ്ങാത്തത് കൊണ്ട് അവിടെ 0 എന്ന് കൊടുക്കാം. ഈക്വൽ ടു 120. നമുക്ക് x1ൻ്റെ അളവാണ് നമ്മൾ എത്രയും നമുക്ക് അറിയേണ്ടത് അല്ലെ. വില നമുക്ക് 15 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 15x1 ഈക്വൽ ടു 120. 0 നമ്മൾ ഒഴിവാക്കി. കാരണം 0 ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാലും 0 തന്നെയാണ് കിട്ടുക. നമുക്ക് x1 അഥവാ സാധനം 1ൻ്റെ അളവ് കിട്ടണം. 120 രൂപയ്ക്ക് നമുക്ക് ഒരു സാധനത്തിന് വില, ഒന്നാമത്തെ സാധനത്തിന് വില 15 രൂപയാണെങ്കിൽ 120 രൂപയ്ക്ക് നമുക്ക് എത്ര യൂണിറ്റ് വരെ പരമാവധി വാങ്ങാൻ സാധിക്കും? അതിനെന്ത് ചെയ്താൽ മതി? x1 ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ 15 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങേ സൈഡിലേക്ക്. അതായത് 15 ഇൻറ്റു x1 ആണെങ്കിൽ ഇങ്ങേ സൈഡിലേക്ക് വരുമ്പോൾ എന്തായി മാറി? 120/15 അല്ലേ. ഇതല്ലേ വരിക. അതായത് ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ എന്തായി മാറും? ബൈ ആയി മാറും. Therefore x1 ഈക്വൽ ടു 120ൽ 15 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. അതായത് 8 ആണ് കിട്ടുക. അതായത് x1 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് വാങ്ങാൻ സാധിക്കും? 8 യൂണിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടിയിപ്പം? ഇവിടെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടി. അതായത് x1 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണം അല്ലെ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ x1ൻ്റെ വില എന്താണ്? അവിടെ 15 ആണ്. പക്ഷേ x1 നമ്മൾ വാങ്ങുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതാം. 15x1 പ്ലസ് 20x2 ഈക്വൽ ടു 120. ഇതുപോലെ ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് എഴുതണം കേട്ടോ.
ഇനി നമ്മൾ x1ന്റെ അളവ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ x1 വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു 0 എന്ന് കൊടുത്തു പ്ലസ് 20x2 ഈക്വൽ ടു 120. നമുക്ക് എന്താണ് കിട്ടുന്നത്? x1ന്റെ അളവ് വാങ്ങുന്നത് കൊണ്ട് 20x2 ഈക്വൽ ടു 120 അല്ലേ? നമ്മളിനി എന്താ നേരത്തെ പറഞ്ഞുള്ളത്? x2 ആണ് മുഴുവനായിട്ട് വാങ്ങുന്നത്, എന്നാൽ x1 വാങ്ങുന്നില്ല. അതായത് x2 ഈക്വൽ ടു എന്ത് ചെയ്യണം? 20 ഇൻറ്റു x2 എന്നാണ്, 20 ഇൻറ്റു x2 എന്നാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടണം? x2 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര യൂണിറ്റ് എന്ന് കിട്ടണം. അപ്പം നമ്മൾ ഈ പ്രൈസിനെ നേരെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോരും. എന്നിട്ട് ഇൻകത്തിൽ നിന്ന് പ്രൈസ് ഡിവൈഡ് ചെയ്യും അല്ലേ? ഇൻകം 120, പ്രൈസ് എത്രയാണ്? 20. ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ x2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? x2 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര വാങ്ങാൻ വേണ്ടി സാധിക്കും അല്ലേ? 6 യൂണിറ്റ് മുഴുവനായിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മൾ എന്ത് കണ്ടെത്തി? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടെത്തി, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടെത്തി. ഈ കണ്ടെത്തിയിരിക്കുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. കാരണം y ആക്സിസിൽ നമ്മൾ x2 ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ x2 മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് വരെ വാങ്ങാൻ സാധിക്കും? 6 യൂണിറ്റ് വരെ വാങ്ങാൻ സാധിക്കും. ഇനി ഒരു ബഡ്ജറ്റ് ലൈന് വരച്ചാണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 0 to x നമ്മൾ എത്ര യൂണിറ്റ് വരെ അടയാളപ്പെടുത്തണം? x1 ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ 8 യൂണിറ്റ് വരെ 2 3 അല്ലേ 8 യൂണിറ്റ് വരെ അടയാളപ്പെടുത്തണം. ഇനി x1 നമുക്ക് എത്ര യൂണിറ്റ് വരെ അടയാളപ്പെടുത്തണം? x1 നമ്മൾ 8 യൂണിറ്റ് വരെ അടയാളപ്പെടുത്തണം. ഇനി x2 ആണെങ്കിലോ? x2 നമ്മളിവിടെ പരമാവധി അല്ലെ മാക്സിമം 6 യൂണിറ്റ് വരെയാണ് വാങ്ങുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ 6 വരെ അടയാളപ്പെടുത്തുക. y ആക്സിൽ 6 യൂണിറ്റ് വരെ. ഇനി എന്ത് ചെയ്യുക? ഇവിടുന്ന് നേരെ ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക അല്ലേ? 6ൽ നിന്ന് 8ലേക്ക് ഇങ്ങനെ വരച്ചാൽ മതി. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്തായിരുന്നു? 15x1 പ്ലസ് 20x2 ഈക്വൽ ടു 120. ഇതാണ് ഇവിടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷന്. അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഭാഗമാണ്. 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ തരും, കൺസ്യൂമറെ ഇൻകവും തരും, അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ വരുമാനവും സാധനങ്ങൾ വിലയും തരും. ബഡ്ജറ്റ് ലൈൻ കണ്ടെത്തണം, ഇതുപോലെ ബണ്ടിലുകൾ കണ്ടെത്തണം, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ഇതുപോലെ തരികയാണെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് തരാൻ അതും കണ്ടെത്തണം. ഒരു പക്ഷേ ഇൻകം വർദ്ധിക്കുക, ഇൻകം ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻകം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാറ്റവും നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ വരയ്ക്കേണ്ടതായിട്ട് വരും. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ വില 100 രൂപയിൽ നിന്ന് 75 രൂപയായി കുറഞ്ഞതിന് ഫലമായി അതിൻ്റെ ചോദനം 10 കിലോഗ്രാമിൽ നിന്ന് 15 കിലോഗ്രാമായി വർദ്ധിച്ചു. ചോദനത്തിൻ്റെ വില ഇലാസ്തികത കാണുക. 2023 പബ്ലിക് എക്സാമിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ചോദനത്തിൻ്റെ ഇലാസ്തികത ആയിരിക്കും, അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ ഇലാസ്തികത ആയിരിക്കും ചോദിക്കുക. രണ്ടായാലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ 3 മാർക്കിന് വന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഉരുളക്കിഴങ്ങിൻ്റെ വില 100 രൂപയിൽ നിന്ന് 75 രൂപയായി കുറഞ്ഞു അല്ലേ? പ്രൈസ് ഡിക്രീസ് ചെയ്ത്, ഇതിൽ പ്രൈസ് കുറഞ്ഞു. അപ്പം നമ്മൾ ഇലാസ്തികത കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇങ്ങനത്തെ രീതിയിൽ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഇലാസ്തികത കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏതായിരുന്നു ഇലാസ്തികത കണ്ടെത്താനുള്ള ഇക്വേഷൻ? അല്ലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ് ചോദിക്കുന്നതെങ്കിലോ സെയിം ഇക്വേഷൻ ആണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന സെയിം ഇക്വേഷൻ ആണ്. അവിടെ എന്തായിരിക്കും ചോദിക്കുക? ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പം അവിടെ എന്താണ്? സപ്ലൈ ഇൻക്രീസ് ചെയ്ത്, ആ രീതിയിലായിരിക്കും ചോദിക്കുക. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് ഡിക്രീസ് ചെയ്തപ്പം സപ്ലൈ ഇൻക്രീസ് ചെയ്തു. അപ്പം ഇനി നമ്മൾ ഓരോന്നും കണ്ടെത്തണം. ഡെൽറ്റ ക്യൂ എന്താണ്, ഡെൽറ്റ പി എന്താണ്, പി എന്താണ്, ക്യൂ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടെത്തണം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, നിലവിലെ വില. എത്രയായിരുന്നു ആദ്യത്തെ വില? ഉരുളക്കിഴങ്ങിൻ്റെ വില 100 അല്ലേ? ആദ്യത്തെ വില എത്രയാണ്? 100 രൂപയാണ്. രണ്ടാമെന്താണ് തന്നുള്ളത്? 100 രൂപയിൽ നിന്ന് 75 രൂപയായി കുറഞ്ഞു. ചേഞ്ച് ഇൻ പ്രൈസ് അല്ലേ? വിലയിലെ മാറ്റം, ചേഞ്ച് ഇൻ പ്രൈസ്. വിലയിൽ വന്ന മാറ്റം എത്രയാണ്? എത്ര രൂപൻ്റെ മാറ്റമാണ് വിലയിൽ സംഭവിച്ചുള്ളത്? അതായത്
നിലവിലെ വിലയിൽ നിന്ന് കുറഞ്ഞ വില മൈനസ് ചെയ്യുക. അപ്പോഴല്ലേ വിലയിൽ വന്ന മാറ്റം നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ നേരെ കൊണ്ടാണ് 75 ചെയ്തരുത്. ഇപ്പം വിലയിൽ വന്ന മാറ്റമാണ് ചേഞ്ച് ഇൻ പ്രൈസ്. വിലയിൽ വന്ന മാറ്റം എത്രയാണ് നമ്മൾ കണ്ടെത്തുന്നത്. 100-ൽ നിന്ന് 75 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എന്ത് കിട്ടും, 25 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇനി അടുത്തത് ക്യൂ, നിലവിലെ അളവ് അല്ലേ, ഇനീഷ്യൽ ക്വാണ്ടിറ്റി. ആദ്യത്തെ അളവ് എത്രയായിരുന്നു, 10 ആയിരുന്നു. ക്യൂ ഈക്വൽ ടു 10. ഡെൽറ്റ ക്യൂ, അളവിൽ വന്ന മാറ്റം. വിലയിൽ വന്ന മാറ്റം എങ്ങനെയാണെന്ന് കണ്ടെത്തിയത് കൊണ്ട് അളവിൽ വന്ന മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അളവിൽ എത്ര മാറ്റം വന്ന്, ആദ്യത്തെ അളവ് എത്രയായിരുന്നു 10, വർദ്ധിച്ച അളവ് എത്ര 15, അതായത് 15 മൈനസ് 10 എത്രയാണ് ഉള്ളത്, 5ന്റെ മാറ്റാണുള്ളത് അല്ലേ. അതായത് അളവിൽ എത്ര യൂണിറ്റിന് മാറ്റം സംഭവിച്ചു, 5 യൂണിറ്റിന്റെ അല്ലെങ്കിൽ 5 കിലോഗ്രാമിന്റെ മാറ്റം സംഭവിച്ചു. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്തു നോക്കല്ലേ. ഡെൽറ്റ ക്യൂ എത്ര കിട്ടിയുള്ളത്, 5 ബൈ ഡെൽറ്റ പി 25 ഇൻറ്റു പി എത്രയാണ് തന്നിട്ടുള്ളത് 100 ഡിവൈഡഡ് ബൈ ക്യൂ എത്രയാണ് തന്നിട്ടുള്ളത് 10 അല്ലേ. 5 ബൈ 25 ഇൻറ്റു 100 ബൈ 10, 0യും 0യും ക്യാൻസൽ ചെയ്ത് ഇല്ലേ. ഇനി അവിടെ എന്തുണ്ട് നോക്കാം. 5 ഇൻറ്റു 10 എത്ര കിട്ടും, 50. ഇതിൽ എന്ത് ചെയ്താൽ മതി, 5 ഇൻറ്റു 100 ചെയ്താലും മതി. ബൈ 25 ഇൻറ്റു 1 എത്ര കിട്ടും, 25 ഈക്വൽ ടു 50-ൽ 25 എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യം അല്ലേ. 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. അതായത് ഇ ഡി ഈക്വൽ ടു 2. ഇ ഡി ഈക്വൽ ടു 2. ഇ ഡി ഈക്വൽ ടു 2 ആണെങ്കിൽ ഏത് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്, 5 പഠിച്ചിട്ടില്ലേ അല്ലേ. ഒന്നാമത് പഠിച്ചത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൽ എത്രയായിരുന്നു, ഇ ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ. അടുത്തതോ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക്കിൽ എത്രയാണ്, ഇ ഈക്വൽ ടു ഇ ഡി ഈക്വൽ ടു 0. യൂണിറ്ററി ഇലാസ്റ്റിക്കിൽ ഇ ഡി ഈക്വൽ ടു 1. ഇലാസ്റ്റിക് ഡിമാൻഡിലോ ഇ ഡി മോർ ദാൻ 1. ഇൻ ഇലാസ്റ്റിക്കിലോ ഇ ഡി ലെസ് ദാൻ 1. പൂർണ്ണ ഇലാസ്റ്റിക് ചോദനത്തിൽ എന്താണ്, ഇലാസ്തികത അനന്തമായിരിക്കും. പൂർണ്ണമല്ലാത്ത ഇലാസ്തിക ചോദനത്തിൽ ഇലാസ്തികത 0 ആയിരിക്കും. ഏകാത്മക ഇലാസ്തിക ചോദനത്തിൽ ഇലാസ്തികത 1 ആയിരിക്കും. ഇലാസ്തിക ചോദനത്തിൽ 1നേക്കാൾ കൂടുതൽ, ഇലാസ്തികമല്ലാത്തതിൽ 1നേക്കാൾ കുറവ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ 4ാമത്തെ ഇലാസ്തിക ചോദനത്തിൽ എന്തായിരിക്കും, ഇ ഡി മോർ ദാൻ 1 ആയിരിക്കും. ഇലാസ്തികത 1നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഇലാസ്തികത ഇ ഡി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. 2 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലാണ്. അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെ, ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം. ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി സപ്ലൈ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. സെയിം ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആപ്പിളിന്റെ വില 20% വർദ്ധിച്ചപ്പോൾ അതിന്റെ പ്രധാനം 30% വർദ്ധിച്ചു. പ്രധാനത്തിന്റെ വില ഇലാസ്തികത കാണുക. 2 മാർക്കിന് വന്നിട്ടുള്ള ചോദ്യമാണിത്. 2022 പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അപ്പം നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ട്, വില ഇലാസ്തികത അല്ലെ, ചോദനത്തിന്റെ വില ഇലാസ്തികതയിൽ കറക്റ്റ് സംഖ്യകളും അളവും തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഒരു വ്യക്തിന്റെ വരുമാനം ഇത്ര കൂടി, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില ഡിമാൻഡ് ഇത്ര കുറഞ്ഞ്, ഈ രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വേഗം ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചുള്ള ഇക്വേഷൻ തന്നെയാണ്, എന്നാൽ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. അതായത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചേഞ്ചസ് ഇൻ ഡിമാൻഡാണ്, ഇവിടെ ചേഞ്ചസ് ഇൻ സപ്ലൈ ആണ് അല്ലേ. അതായത് നേരത്തെ ചോദനത്തിൽ വന്ന മാറ്റമാണെങ്കിൽ ഇവിടെ പ്രധാനത്തിൽ വന്ന മാറ്റം. പക്ഷേ ചോദനവും അല്ലെങ്കിൽ ഡിമാൻഡും ഇതേ രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അല്ലേ. ആപ്പിളിൻ്റെ വില 20% വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഡിമാൻഡ് വില വർദ്ധിച്ചപ്പോൾ 30% കുറഞ്ഞെന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പം ആ രീതിയിലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊന്ന് ചെയ്തു നോക്കുക. സെയിം ഇക്വേഷൻ തന്നെയാണ് അല്ലേ. ഇവിടെ നമ്മൾ സപ്ലൈ ആണെങ്കിൽ അവിടെ ഡിമാൻഡാണ്, ES അല്ലേ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലേ. ആപ്പിളിൻ്റെ വില 20% വർദ്ധിച്ചപ്പോൾ അതിൻ്റെ പ്രധാനം 30% വർദ്ധിച്ചു. പ്രധാനത്തിൻ്റെ അളവിലെ ശതമാനമാറ്റം, പ്രധാനത്തിൻ്റെ അളവിലെ ശതമാന മാറ്റം
പ്രധാനത്തിൻ്റെ അളവിലെ ശതമാന മാറ്റം ഡിവൈഡഡ് ബൈ വിലയിലെ ശതമാന മാറ്റം. ഇത്രേ ഉള്ളൂ അല്ലേ? ഇക്വേഷൻ ആകെ ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനെ ആൻസർ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രധാനത്തിൻ്റെ അളവിലെ ശതമാന മാറ്റം, പ്രധാനത്തിൽ എത്ര ശതമാനം മാറ്റം സംഭവിച്ചു? 30% ബൈ വിലയിൽ എത്ര ശതമാനം മാറ്റം സംഭവിച്ചു? 20% അല്ലേ? 30/20. 0 0 ക്യാൻസൽ ചെയ്തു. 3ൽ 2 എത്ര പ്രാവശ്യം പോകും? 1.5 അല്ലേ? 1.5. 1.5 ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എത്ര ആയിരിക്കും? 1നേക്കാൾ കൂടുതലാണ്. ഇലാസ്തികത 1.5 കിട്ടി, 1നേക്കാൾ കൂടുതലല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഏത് തരം ഇലാസ്തികത ആയിരിക്കും? 5 തരത്തിൽ ഇലാസ്തികത ഉണ്ട് സപ്ലൈയിൽ. ഏതൊക്കെയാണ്? പൂർണ്ണ ഇലാസ്തിക പ്രധാനം, പൂർണ്ണമല്ലാത്ത ഇലാസ്തിക പ്രധാനം, ഏകാത്മിക ഇലാസ്തിക പ്രധാനം, ഇലാസ്തിക പ്രധാനം, ഇലാസ്തികമല്ലാത്ത പ്രധാനം. പൂർണ്ണ ഇലാസ്തിക പ്രധാനത്തിൽ ES ഈക്വൽ ടു ഇൻഫിനിറ്റി, പൂർണ്ണമല്ലാത്തതിൽ ES ഈക്വൽ ടു 0, ഏകാത്മിക ഇലാസ്തികത്തിൽ ES ഈക്വൽ ടു 1, ഇലാസ്തികമല്ലാത്ത പ്രധാനത്തിൽ ES മോർ ദാൻ 1, ഇലാസ്തിക പ്രധാനത്തിൽ ES മോർ ദാൻ 1, ഇലാസ്തികമല്ലാത്ത പ്രധാനത്തിൽ ES ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ ES മോർ ദാൻ 1 അല്ലേ? ഏത് തരം ഇലാസ്തികത ആയിരിക്കും? ഇലാസ്തിക പ്രധാനം, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലേ? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അതായത് ഇലാസ്തിക പ്രധാനം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.